ടീച്ചർ ആരോ പെടുത്തി, ടീച്ചർ ഇതിൻ്റെ ഏജൻ്റായി. ടീച്ചർക്ക് ഈ അക്കൗണ്ടിലേക്ക് മാറ്റണമെങ്കിൽ ഒരാളെയും കൂടി വേണമായിരുന്നു. ടീച്ചറുടെ ഏറ്റവും ഫ്രണ്ടായ മറ്റേ ടീച്ചറെ കൂട്ടി. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ പ്രണയത്തിൻ്റെ മറവിൽ പോലും കച്ചവടം നടക്കുന്നത് ഈ ഡ്രഗാണ്. ഞങ്ങൾ കണ്ടെടുത്തോളം ഇതൊരു വെള്ളപ്പൊടിയാണ്. ഇതൊരിക്കലും രക്ഷാകർത്താക്കൾ വിശ്വസിക്കാത്ത എന്താ പറയുക, ഇനി 2500 മുതലായും 45,000 റുപ്യ വരെ വിലയുണ്ട്. യൂറോപ്പിൽ ഇനി 45,000 റുപ്യ, എത്ര കിൻഡലിനല്ല, ഒരു ഗ്രാമിന്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെൺകുട്ടികളാണെന്നാണ് ഇപ്പം പുതിയ കണ്ടെത്തൽ. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതെന്നറിയോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട നടക്കാൻ ഏറ്റവും സൗകര്യം പെണ്ണുങ്ങൾക്കാണ്. ഇത് 1-2 ഗ്രാം 5 ഗ്രാം പോലും പെൺകുട്ടികൾക്ക് ഏടെ വേണമെങ്കിൽ ഒളിപ്പിച്ചുകൊണ്ടുപോയി കൂടെ. ഈ നമ്മളെ പെരുമ്പാവൂരിൽ നിന്ന് ഇപ്പോൾ 1.5 കിലോ ഈ രാസലഹരി ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്? ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന്. ഏടുന്നാണ് കിട്ടിയത്? ആ പെൺകുട്ടിയുടെ അണ്ടർവെയറിൻ്റെ ഉള്ളിൽ ആ പെണ്ണിന് വെച്ചത്. പോലീസിന് ഇങ്ങനെ പരിശോധിക്കാൻ പറ്റുമോ? അണ്ടർവെയർ താത്ത് നോക്കട്ടെ, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൈവസിയുടെ ഭാഗമായി പലപ്പോഴും നമുക്ക് ചെന്നെത്താൻ കഴിയാത്ത സ്ഥലത്ത് ഈ സാധനം 1-2 ഗ്രാം കടത്തുവാൻ ഏറ്റവും നല്ല മാർഗം പെൺകുട്ടിയാണ്. എന്തുകൊണ്ടാണ് പെൺകുട്ടി ഈ ലോകത്തേക്ക് വീഴുന്നത്? എന്തുകൊണ്ടാണ് കുട്ടി ഈ ലോകത്തേക്ക് വീഴുന്നത്? ഇനി 2 സ്പെഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇന്നോട്ട് നോക്കിക്കോ, ഈ ക്ലാസ് എടുത്തുകൊണ്ടൊന്നും നിങ്ങൾ വേദാറാണ്ട. ഇതൊരു കർപ്പൂരം പോലത്തെ ഒരു സാധനമാണ്. കർപ്പൂരം കണ്ടിട്ടുണ്ട് നിങ്ങൾ? കൽക്കണ്ടി പോലത്തെ സാധനമാണിത്. വെള്ളം മുഖത്തിടുന്ന പൗഡർ പോലെ ഉണ്ടാവും, ഇല്ലെങ്കിൽ കിഴങ്ങിൻ്റെ പൊടി പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ പഞ്ചസാര തരി ഒട്ടിച്ച പോലെ ഒരു സാധനം, ഒരു ക്രിസ്റ്റൽ ടൈപ്പ്, ഒരു പൊടി ടൈപ്പിലാണ് ഇത് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങളെ 4ാം ക്ലാസ്സുകാരൻ്റെ കയ്യിൽ ഈ ക്രിസ്റ്റൽ ഉണ്ടോ, ഈ സാധനം ഉണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് തിരിയുക? നിങ്ങൾ ശരിക്കും ഈ ക്ലാസ് സീരിയസ് ആയിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളിപ്പം ചോദിക്കണം, എൻ്റെ മോൻ്റെ കയ്യിൽ പഞ്ചാരയാണോ കർപ്പൂരാണോ കൽക്കണ്ടിയാണോ എന്ന് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുമെന്ന് ചോദിക്കണം. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ? ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകും. മറ്റേത് ഇത് തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകുന്നത് കൊണ്ട് ഈ ലേസിൻ്റെ പാക്കറ്റ് പോലെ, ഷാംപൂ സാഷ പോലെ കട്ടി കവറിൻ്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കവറിൻ്റെ ഉള്ളിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു അന്തം വിട്ട നമ്മുടെ സാധനമാണ്. മനസ്സിലായില്ല? ഇപ്പം മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് വലിയ കാര്യം. പക്ഷേ എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഒരു അമ്മയും ഒരു ഡിഗ്രി പഠിക്കുന്ന ചെക്കനും എൻ്റെ വീട്ടിലേക്ക് ഒരാഴ്ച മുമ്പേ വന്നിരുന്നു. ആ അമ്മ ടെൻഷനോട് വിറയോടുകൂടി പറഞ്ഞാൽ എന്താ പറയുക, കിട്ടി പോലീസേ കിട്ടി. ഞാൻ ചോദിച്ചു എന്ത്? മറ്റേത്. ഏത് മറ്റേത്? ഞാൻ ആകെ ബേജാറായിപ്പോയി. ഇനിയിപ്പോൾ എന്നോടെന്തിനാപ്പം മറ്റേത് അങ്ങനെ പറയാം. ഞാൻ ആകെ ടെൻഷനാകുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങളെ മകൻ്റെ മകളെടുത്ത് നിന്ന് കിട്ടിയത്? ഒരു 2nd ഇയർ ഡിഗ്രിക്ക് പഠിക്കുക. നിങ്ങൾ പറഞ്ഞ ഈ കവറുണ്ടല്ലോ അത് കിട്ടി. ഞാൻ ചോദിച്ചു ഏടുന്ന്? ഓളെ പെട്ടിന്ന്. ഞാൻ പറഞ്ഞു കിട്ടിയ സാധനം ഒന്നും ഇങ്ങോട്ട്. ഞാൻ വിറകൈകളാൽ, മനസ്സിലായില്ല, ഒരു കുടുംബം നശിക്കാൻ പോകുന്നൊരു വിറകൈകളല്ല ആ സാധനം എടുത്തു നോക്കുമ്പോൾ ഇല്ലേ, നമ്മളെ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ മണം വരുന്നതിന് ഒരു പൊടി ഇടൂല്ലേ, ഒരു സാധനം കണ്ടി നിങ്ങൾ കവറിൻ്റെ ഉള്ളിൽ ഒരു തരി